ഹലോ ഗായ്സ്, നമുക്ക് ഒരു ദിവസത്തെ ഈവനിങ്ങിൽ നമ്മൾ എന്താ കാട്ടാൻ നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഞാനൊരു സാധനം കാണിച്ചു കേട്ടോ. വീട്ടിൽ വെറുതെ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? നമ്മൾ പുറപ്പെട്ടിട്ട് പോകാൻ നിൽക്കുകയാണ്. എന്നും ഈവനിങ്ങുള്ള ചെറിയൊരു കലാപരിപാടി. കണ്ട വീട്ടിലെ പറമ്പ് കൂടെ ആട്ടോ ഞങ്ങളുടെ സവാരി. അയ്യോ കാണിക്കൂ ഗൈസ്, ഇതാണ് ഞങ്ങൾ ലൈബ്രറി. കണ്ടില്ലേ? അവൾ അടിച്ചു വരണേ. അവളിവിടെ വന്ന ആദ്യം അടിച്ചു വരിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറല്. ഇപ്പം അടുത്തിറങ്ങിയ പുതിയ ബുക്സാണ് ഗായ്സ് ഇതൊക്കെ. ഞങ്ങൾ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് വായിക്കലാണ് കേട്ടോ ഇവരുടെ പ്രധാന പരിപാടി. എന്താണെന്ന് അറിയാം നമുക്ക്. കണ്ട റീൽസ് മൊത്തം ഇരുന്ന് കാണുക, അല്ലെങ്കിൽ വല്ല സിനിമ ഇരുന്ന് കാണുക. അതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനവും. ഇത്രയും ബുക്സ് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇരുന്നാണ്ട് ബുക്ക് വായിക്കാൻ തോന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ബുക്ക് വേണം താനും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോണ് മതി. ചിരിച്ചേ. എന്ത് പറ്റി ഗൈസ്? എന്ന് വിളിക്കാത്തൊരു മുതൽ ഇതാ ഇന്ന് വിളിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇങ്ങള് വേറെ ടീം. നമ്മൾ കോൺഗ്രസ്സുകാര്, ഓര് എന്താണ് മാർക്സിസ്റ്റുകാര്. അല്ല ഗായ്സ്, 6 മണി ആവാറായിട്ടോ. 6 മണിക്ക് ക്ലോസ് ചെയ്യണ്ട ലൈബ്രറി. പത്രം എടുത്തിട്ടോ? കണ്ടോ. അപ്പോൾ നമുക്ക് പത്രം എടുത്തിട്ട് വരാം. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ നോക്കൂ. എടുത്തിട്ട് വരാറ്. ഗൈസ്, ഇവിടെ പത്രം കാണുന്നില്ല. പത്രമൊക്കെ ആരും അടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. അമ്മൂട്ടി പത്രം കാണില്ല. ഇജ് കൊണ്ടുവച്ചാ?
ഇന്ന് 20-ാം തീയതി അല്ലേ? ആ ഗൈസ്, ഇന്നത്തെ പത്രമൊക്കെ വെക്കാനുണ്ട് കേട്ടോ. വല്യമ്മ വന്നിട്ട് കൊണ്ടുവച്ചിട്ട് പോയതാണ്. നമുക്ക് വായിക്കാൻ ഹൊററായിട്ടുള്ള വല്ല ബുക്ക് എടുക്കാം. ഈ ബുക്കൊക്കെ ഭയങ്കര അടിപൊളി ബുക്കാട്ടോ ഗസ്. നമ്മൾ ഈ ബുക്കിൽ ഉറപ്പിച്ചു കേട്ടോ. നമ്മൾ നിൽക്കാം. അകപ്പാട് ലൈബ്രറിയിൽ ആകെ ഒരു കുട്ടിയാണ് വന്നത്. ആ കുട്ടി കൊണ്ടുവന്ന ബുക്കാണ് കേട്ടത്. വെറുതെ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ബുക്ക് എഴുതി വയ്ക്കാതെ. പോവാം. അടയ്ക്കാൻ പോവാം. ലൈബ്രറി അടച്ചു ഗൈസ്. നമുക്ക് വീട്ടിൽ പോകാം. 6 മണി വരെയാണ് ലൈബ്രറി ടൈം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.